സുനിജി നമസ്കാരം. നമസ്കാരം. ജിഷ കൊലപാതകം 2016 ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനവും പിണറായി സർക്കാരിൻ്റെ തുടക്കവും. ഒരുപക്ഷെ ഒന്നാം പിണറായി സർക്കാരിന് ഇത്ര വലിയൊരു ജനസമ്മതിയോടുകൂടി അധികാരത്തിലെത്താൻ കാരണങ്ങളിലായ ഒന്ന് എന്ന് പറയുന്നത് ജിഷ കൊലപാതകമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുവാൻ സാധിച്ച ഒരു ദാരുണമായ സംഭവമാണ്. ഒരുപാട് സംഭവവികാസങ്ങൾ അതിനുശേഷം ഉണ്ടായി. ഒടുക്കം അമീറുൽ ഇസ്ലാം എന്ന അന്യസംസ്ഥാന തൊഴിലാളി പ്രതിയാണെന്ന് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കുകയും പിന്നീട് സുപ്രീം കോടതി താൽക്കാലികമായി വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെക്കുകയും ചെയ്ത ഒരു സംഭവവികാസം നമുക്ക് മുന്നിലുണ്ട്. ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് സുപ്രീം കോടതി വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അമ്പിളി ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റായ സ്ത്രീ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ജിഷയുടെ കൊലപാതകത്തിൽ ജിഷയ്ക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആക്ഷൻ കൗൺസിലിൻ്റെ സജീവ പ്രവർത്തകയാണ് അമ്പിളി ഓമനക്കുട്ടൻ. ആ ആക്ഷൻ കൗൺസിൽ മൊത്തത്തിൽ ഇപ്പോൾ ഈ പറയപ്പെടുന്ന അമീറുൽ ഇസ്ലാം നിരപരാധിയാണെന്നും ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പറയപ്പെടുന്ന അമീറുൽ ഇസ്ലാമിനെ ജയിലിൽ പോയി കണ്ടുവെന്നും അമീറുൽ ഇസ്ലാമിനോട് സംസാരിച്ചപ്പോൾ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയെന്നുമാണ് അമ്പിളി ഓമനക്കുട്ടൻ്റെ പോസ്റ്റ്. അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യുന്നതിന് 1 മാസം മുമ്പ് പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി ഏറ്റവും നിർണായകമായ തെളിവായ DNA ആവശ്യമായ രക്തവും ഉമിനീരും അവനോട് പറയാതെ അവൻ്റെ സമ്മതമില്ലാതെ എടുത്തിരുന്നു എന്ന് അമ്പിളി ഓമനക്കുട്ടനോട് അമീറുൽ ഇസ്ലാം പറഞ്ഞു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അങ്ങനെയെങ്കിൽ അത് വലിയ തെറ്റാണ്. കാരണം ഒരു പ്രതി എടുക്കുന്നതിന് അതിൻ്റേതായ പ്രൊസീജിയറുണ്ട്. സംശയമുള്ളവരുടെ DNA ടെസ്റ്റിന് ആവശ്യമായ സ്രവങ്ങൾ എടുക്കാം, പക്ഷേ അതിൻ്റേതായ പ്രൊസീജിയറുണ്ട്. പോലീസ് അതൊന്നും പാലിച്ചിട്ടില്ല. പല കാരണങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. സത്യത്തിൽ അമീറുൽ ഇസ്ലാം പ്രതി അല്ലെങ്കിൽ എന്തായിരിക്കും ആ കേസിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇവിടെ ഇപ്പോൾ ഈ ജിഷയുടെ കേസ് എന്ന് പറയുന്നത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ പിണറായി സർക്കാരിന് അത് ഫ്രെയിം ചെയ്തേ പറ്റുള്ളായിരുന്നു. അവർ കൃത്യമായി അത് ചെയ്തു. കൃത്യമായ രാഷ്ട്രീയമായ രീതിയിൽ അവർ മുന്നോട്ട് പോയി പ്രചരണം നടത്തി. സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നുള്ളൊരു വലിയ പ്രചരണം ഉണ്ടാക്കി. അതിൻ്റെ റിസൾട്ടാണ് ഒന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിന്നീട് അധികാരം ഏറ്റ ഉടനെ ഞങ്ങൾ എല്ലാ കാര്യവും കൃത്യമായി മുന്നോട്ട് നീക്കും എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ അവർക്കൊരു പ്രതി വേണം. അപ്പോൾ അന്യസംസ്ഥാനക്കാരനായ ഒരാളെ പ്രതിയായിട്ട് കിട്ടുന്നു. അപ്പോൾ ഇയാളും ജിഷയും തമ്മിലുള്ള ബന്ധം എന്താ? ഈ ജിഷയെ ഇയാൾ കൊല്ലണമെങ്കിൽ ഒരു മോട്ടീവ് ഉണ്ടാവണമല്ലോ. എന്താണ് മോട്ടീവ്? അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല. അപ്പം പറയുന്നത് ഇവർ തമ്മിലൊരു മുൻവൈരാഗ്യമുണ്ട്. ഒരു മുൻവൈരാഗ്യത്തിൻ്റെ പുറത്ത് ഒരാളെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തും, അതിക്രൂരമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കാണ്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം തമ്മിൽ തെറ്റിയതിന് ശേഷം ഇവർ കൊലപ്പെടുത്തിയതാണോ? ഈ രീതിയിലൊരു സംശയമുണ്ട്. അപ്പോൾ ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആളെ ഒരു പ്രതി ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെ ഇതിന് പിന്നിലുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് സംസാരിച്ച പോലെ ഇയാളിൽ നിന്ന് ഉമിനീരും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഇയാളുടെ അനുമതി ഇല്ലാതെ എടുക്കേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. ഇയാൾ പ്രതിയാണെങ്കിൽ നമുക്ക് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളിൽ നിന്ന് ഇതൊക്കെ ശേഖരിക്കാൻ കഴിയും. പക്ഷേ അതൊന്നും ചെയ്യാതെ വളരെ കൃത്യമായിട്ടൊരു കേസ് ഫ്രെയിം ചെയ്യപ്പെട്ടു. ഫ്രെയിം ചെയ്തിട്ട് ഇയാളാണ് പ്രതി എന്ന് പറയുന്നു. ഇയാളുടെ എല്ലാ തെളിവുകളും ഇയാൾക്കെതിരായി മാറുന്നു. ഇയാളുടെ ഈ പറയുന്ന ജിഷയുടെ അമ്മ, ആ സാഹചര്യ തെളിവുകൾ ഇതെല്ലാം തന്നെ ഈ പ്രതിക്കെതിരാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്തത് ആരാണ്? ആ ഫ്രെയിം ചെയ്തതിന് പിന്നിലുള്ളവരുടെ ഒരു ലക്ഷ്യം എന്താണ്? ഇതിപ്പോഴും പുറത്തു വരുന്നില്ല. ഇയാളിപ്പോഴും ജയിലിലാണ്, ഇയാളെ തൂക്കിക്കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളുകളുടെ ഇടയിൽ സംശയമുണ്ട്. ഇപ്പം ജിഷയുടെ നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ടോ ഇയാളെ പ്രതിന്ന്? ഇല്ല. ഞാൻ ഇതിൻ്റെ ഭാഗമായി, റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി, അന്വേഷണാത്മകമായി കുറേ തവണ ഈ ജിഷയുടെ നാട്ടിലെ പലരുമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്കും അവിടെ പോയി. ആ നാട്ടിൽ ഒരാൾ പോലും പറയുന്നില്ല അമീറുൽ ഇസ്ലാം പ്രതിയാണ്. കാരണം അയാൾ പെരുമ്പാവൂരിൽ താമസിച്ചിരുന്ന ഒരു 2ാം നില കെട്ടിടം, ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ 2ാം നിലയിലാണ്. അവിടെ കൂട്ടുകാരുമൊപ്പം ജോലിക്ക് വേണ്ടി അദ്ദേഹം താമസിക്കുന്നുണ്ട് അമീറുൽ ഇസ്ലാം. പക്ഷേ അമീറുൽ ഇസ്ലാമിനെ സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കൊലപാതകം നടക്കുന്ന ദിവസങ്ങളിൽ അമീർ എന്തിന് ആസാമിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നീട് പോലീസ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഒരു കേസുണ്ട് എന്ന് പറഞ്ഞാണ് കേരളത്തിലേക്ക് ഇയാളെ വിളിച്ചു വരുന്നത്. 2-3 പോയിന്റുകളോട് എടുത്തു പറയപ്പെടുന്നു. ഈ മരണപ്പെട്ട ജിഷയുടെ വീട് കനാൽ പുറമ്പോക്കിലുള്ള ഒരു ചെറിയ കുടിൽ. അവിടെ നിന്ന് കൊലപാതകത്തിന് ശേഷം പ്രതി തൊട്ട് ചേർന്ന് കിടക്കുന്ന കനാലിലേക്ക് ഇറങ്ങി കനാലിലൂടെ നടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് അവിടെ നിന്ന് പോലീസിന് കിട്ടുന്നുണ്ട്. കേരള പോലീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സുകളിലൊന്നാണ്. ആ കേരള പോലീസ് ഈ പ്രതിയുടെ ചെരുപ്പ് വേലിയിൽ കെട്ടി തൂക്കിയിട്ട് പ്രതി ഇതെടുക്കാൻ വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നതൊക്കെ വളരെ തമാശയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഈ ആസാമിലേക്ക് ഇയാൾ എന്തിനു മടങ്ങിപ്പോയി എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. പക്ഷേ കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ഒരു രേഖാചിത്രം അയൽവക്കക്കാരിയായ സ്ത്രീയുടെ സഹായത്തോടു കൂടി പോലീസ് പുറത്തുവിട്ടിരുന്നു. പിന്നീട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ രേഖാചിത്രവുമായി യാതൊരു ബന്ധവുമില്ല, യാതൊരു സാദൃശ്യവുമില്ല. ഇനി ഈ പറയപ്പെടുന്ന
ജിഷയുടെ വീടിന് അടുത്ത് 2-3 വീടുകളുണ്ട്. കനാൽപ്പുറമ്പാക്കാണെങ്കിലും നല്ല വീടുകൾ 2-3 ഒരുപക്ഷെ ഇത്രയും അതിദാരുണമായ ഒരു കൊലപാതകം നടക്കുമ്പോൾ അതായത് ഒരു സ്ത്രീയുടെ രഹസ്യഭാഗത്തേക്ക് മാരകായുധം കുത്തിക്കയറ്റി കൊന്നതാണ്. അപ്പോൾ ഇത് നടക്കുമ്പോൾ ആ കുട്ടി നിലവിളിച്ചാൽ കേൾക്കാൻ പറ്റുന്ന ദൂരമാണ് തൊട്ടപ്പുറത്തുണ്ട്. അതിനുശേഷം ഈ പ്രതി ഇവളെ കൊല്ലുന്നതിന് ശേഷം അവിടെ നിന്നൊക്കെ ഒരു വട്ടമരത്തിൽ തൂങ്ങി താഴേക്കിറങ്ങി നടന്നുപോയി എന്നാണ് പോലീസ് ഭാഷ്യം. അയൽവക്കത്തെ സ്ത്രീ പറയുന്നു കനാലിലൂടെ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു എന്ന്. അമീറുൽ ഇസ്ലാമാണ് അങ്ങനെ നടന്നു പോയതെങ്കിൽ ഒരു കാരണവശാലും ആ വീട്ടിൽ നിന്നുകൊണ്ട് ആ സ്ത്രീക്ക് അത് കാണാൻ കഴിയില്ല. ആ കനാലിൽ ഞാൻ ഇറങ്ങി നിന്നിട്ടുണ്ട് അതിൻ്റെ ഹൈറ്റ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു കാരണവശാലും അങ്ങനെ ആ സ്ത്രീക്ക് കാണാനോ വ്യക്തമായ ഒരു രേഖാചിത്രത്തിന് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുവാനോ സാധിക്കില്ല. ഒന്നാമത്തെ പോയിന്റ് അതാണ്. 2, ആ രേഖാചിത്രം അമീറുൽ ഇസ്ലാമുമായി സാദൃശ്യമില്ലെങ്കിൽ എങ്ങനെയാണ് ആ രേഖാചിത്രം അവരുടെ മൊഴിയെ നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കുന്നത്? പിന്നീട് ഫോറൻസിക് റിപ്പോർട്ടും അന്വേഷണ റിപ്പോർട്ടും തമ്മിൽ വൈരുദ്ധ്യതകളുണ്ട് എന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ യൂട്യൂബിൽ പല ചാനലുകൾ വന്നിരുന്ന് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ബോഡിയുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ഫോറൻസിക് റിപ്പോർട്ടും മരണം നടന്ന സമയം പോലീസ് റിപ്പോർട്ടും തമ്മിൽ വൈരുദ്ധ്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്ന്. അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്ന ജിഷയുടെ ബോഡി വീട്ടുകാരുടെ സമ്മതമില്ലാതെ ദഹിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതിന് പിന്നീട് ഇതിന്മേലൊരു അന്വേഷണം ഉണ്ടായാൽ ഒരു കാരണവശാലും ഈ പറയപ്പെടുന്ന ജിഷയുടെ ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധമുണ്ടായിരുന്നത് പോലെയാണ്. ഈ കനാലിലൂടെ ഈ പ്രതി നടന്നുപോയി എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ എനിക്ക് ഉറപ്പില്ല. പക്ഷേ നാട്ടുകാർ പറഞ്ഞതാണ് 12 മണിക്കൂറുകൾക്കുള്ളിൽ ആ കനാലിൽ വെള്ളം തുറന്നു വിട്ടിരുന്നു. ആ കനാലിലൂടെ വെള്ളം തുറന്നു വിട്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതാർക്ക് വേണ്ടി എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പ്രതിയായ അമീറുൽ ഇസ്ലാം ഈ പ്രതിയുടെ ശരീരത്തിൽ ഈ ഫോറൻസിക് പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവം ചെയ്ത ക്രൂരകൃത്യം ചെയ്ത പ്രതിയുടെ പല്ലുകളിൽ ഒരു വിടവുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അമീറുൽ ഇസ്ലാമിന്റെ പല്ലുകൾ നിരയൊത്ത പല്ലുകളാണ്. ആ പല്ലിൽ വിടവില്ല എന്ന് അമ്പിളിക്കുട്ടൻ ഉറപ്പിച്ചു പറയുകയാണ്. 6 വർഷങ്ങൾക്കിപ്പുറം ജയിലിൽ പോയി കണ്ട പ്രതിയുടെ ശരീരത്തിൽ ഇപ്പോഴും പോലീസ് ബൂട്ടുകളുടെയും അടിയുടെയും പാടുണ്ട്. പോലീസ് ക്രൂരമായി മർദ്ദിച്ചാണ് പ്രതിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചത് എന്ന് ഈ ആക്ടിവിസ്റ്റ് പറയുന്ന രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്, ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത്തരത്തിൽ പറയുമ്പോൾ എന്തിനായിരുന്നു ഒരു പക്ഷേ നിരപരാധിയായ ഒരാളെ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടത്? ജിഷ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട താഴേക്കടയിൽ കിടക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. നിയമവിദ്യാർത്ഥിയായിരുന്നു. പഠനത്തോടൊപ്പം തന്നെ പല ജോലികൾ ചെയ്താണ് ആ കുട്ടി ജീവിച്ചിരുന്നത്. അവരുടെ അമ്മയുടെ പിന്നീട് പല വീഡിയോകളും ഫേസ്ബുക്കിൽ വൈറലായിട്ടുണ്ട്. അവരുടെ പല പ്രതികരണങ്ങൾ, ചില കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2 സഹോദരിമാർ. അച്ഛൻ പിണങ്ങി വേറെ താമസിക്കുന്നു. അച്ഛൻ പിന്നീട് മരണപ്പെടുന്നു. വഴിയിൽ തളർന്നു വീണു മരിച്ചു എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അതേ പാപ്പു എന്ന് പറയുന്ന ഈ അച്ഛൻ ഈ ജിഷയുടെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. അയാൾ മരിച്ചതോടെ ആ അന്വേഷണം അവിടെ വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി പക്ഷേ കയ്യിൽ ഹിഡൻ ക്യാമറ കൊണ്ട് നടന്നിരുന്നു എന്നൊരു വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഈ അപകടം നടക്കുന്ന സമയത്ത് എന്തോ നന്നാക്കാൻ കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് അതിൽ രേഖകളൊന്നും ഇല്ല. വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കൊലപാതകം. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ലോ കോളേജിലെ സഹപാഠികൾ തെരുവുകളിലേക്ക് ഇറങ്ങിയിരുന്നു. അവിടെ തെരുവുകളിലേക്ക് ഇറങ്ങിയ പല വിദ്യാർത്ഥി നേതാക്കന്മാരുടെയും വീടുകളിൽ കേരള പോലീസ് വിളിച്ച് കേസിൽ പ്രതി ചേർക്കുമെന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തിയിരുത്തിയിട്ടുണ്ട് എന്നും അമ്പിളി ഓമനക്കുട്ടൻ്റെ വെളിപ്പെടുത്തലുകളുണ്ട്. അമ്പിളി ഓമനക്കുട്ടൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂ വന്നതിനു ശേഷം 10ഓളം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതിൽ ബി സന്ധ്യയുടെ പേരെടുത്തു പറയുന്നു, ആ മാധ്യമത്തിൽ വിളിച്ച് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു എന്ന് അമ്പിളി ഓമനക്കുട്ടൻ ആ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രതിയെ കണ്ടെത്തേണ്ടത് ഒരേ ഒരാളുടെ ആവശ്യമാണ്. അത് നമ്മുടെ കേരള സർക്കാരിൻ്റെതാണ്. അതായത് ഒരു പ്രതിയെ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കേണ്ടിയിരുന്നു. കേരള പോലീസ് ആർക്കോ വേണ്ടിയല്ല, പോലീസിന് വേണ്ടി തന്നെ പോലീസിൻ്റെ മുഖം രക്ഷിക്കാൻ ഫ്രെയിം ചെയ്ത കേസാണോ ഈ അമീറുൽ ഇസ്ലാം എന്ന പ്രതി എന്ന് നമ്മളൊക്കെ സംശയിച്ചാൽ ആർക്കും കുറ്റം പറയുവാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ അമീറുൽ ഇസ്ലാം പ്രതി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സുപ്രീം കോടതി താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്ന ഈ വധശിക്ഷ നടപ്പിലാക്കൽ, അതിൻ്റെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല. കേസ് കോടതിയിലാണ്. ഒരുപാട് നിയമസഹായങ്ങൾ ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്പിളി ഓമനക്കുട്ടനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിൽ തോന്നുന്നൊരു ചോദ്യമാണ്. എങ്കിൽ പിന്നെ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ആളൂർ വക്കീൽ എങ്ങനെ ജിഷയ്ക്ക് വേണ്ടി വാദിക്കാനെത്തി? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ക്രൂരമായ കൊലപാതകങ്ങളും സെൻസേഷണൽ കൊലപാതകങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഈ ആളൂര് പ്രത്യക്ഷപ്പെടും, കഴുകനെ പോലെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ തന്നെ ആളൂരാണ് പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നത് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുക? ഇതിനകത്തെന്തോ ഒരു സംഭവമുണ്ട്, അയാൾ പ്രതി തന്നെയാണ്, അതുകൊണ്ടാണ് രക്ഷിക്കാൻ. ഇതാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത്. ആളൂരിന് പിന്നിലും ഈ പറയപ്പെടുന്ന മറ്റു പലരുമായിരുന്നു എന്നാണ്. ഈ
അമീറുൽ ഇസ്ലാമിന് വേണ്ടി ആദ്യം കോടതിയിൽ ഹാജരായ വക്കീലിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എൻ്റെ കക്ഷിയെ ഒരു തവണ മാത്രമാണ് ജയിലിൽ കാണാൻ അവസരം കിട്ടിയത്, ആളൂർ 5 തവണ കണ്ടിരിക്കുന്നു. വക്കാലത്ത് മാറിയത് മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. ആരാണ് ആളൂരിന് വേണ്ടി പിന്നിൽ കളിച്ചത് എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ദരിദ്രനായൊരു കുടുംബമാണ് ഈ പറയപ്പെടുന്ന ദരിദ്രമായ കുടുംബമാണ് അമീറുൽ ഇസ്ലാമിൻ്റേത്. അവർ ഇപ്പോൾ കുറേ പേരുടെ സഹായത്തോടു കൂടി കോടതിയിൽ വാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാട്ടിൽ ജോലിക്ക് വേണ്ടി വന്ന വേറൊരു പോയിന്റ് ഇതിൽ എടുത്തു പറയണം. എന്തുകൊണ്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ ഈ പോലീസ് ഇതിലേക്കൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. ആ നാട്ടിലെ പലരെയും പ്രതിയെന്ന് സംശയിച്ച് ചോദ്യം ചെയ്തിട്ട് അതിൽ ജോയി എന്ന് പറയുന്ന ഒരാൾ പിന്നീട് ആത്മഹത്യ ചെയ്തു. 1 മാസത്തിന് ശേഷം മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. 2, ആ പേര് നാട്ടിൽ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന നാമധാരിയായ ഒരാൾ ഒരു കൊലപാതക കേസിൽ പ്രതിയായാൽ അതിന് വേറൊരു മാനം കിട്ടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അറിയേണ്ടതുണ്ട്. ഈ ആക്ഷൻ കൗൺസിൽ ഇനി തുടരന്വേഷണത്തിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അല്ല, എന്തായാലും ഈ ആക്ഷൻ സമിതിയുടെ ഈ പുനർ തീരുമാനം ഉണ്ടല്ലോ, അവർ മുന്നോട്ട് പോകുന്ന തീരുമാനം നല്ലതെന്നാണ് പറയുന്നത്. കാരണം എന്നാൽ ഇതര സംസ്ഥാനക്കാരനായ ഒരാൾ ഇവിടെ വരുന്നു, അയാളെ ഒരു കേസിൽ പെടുത്തുന്നു, അയാളെ ബൂട്ടിൻ്റെയും അല്ലെങ്കിൽ ലാത്തിയുടെയൊക്കെ ബലത്തിൽ പോലീസ് കൊണ്ട് ഒരു കുറ്റം സമ്മതിപ്പിക്കുന്നു. അയാൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒന്നാമത് അയാൾ എപ്പോഴും ഈ പോലീസുകാരോട് സംസാരിക്കുന്ന ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്, അയാൾ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുന്നു. ഇപ്പോൾ മീഡിയ പേഴ്സണിൻ്റെ മുമ്പിൽ പോലും ഇയാൾ പ്രത്യക്ഷപ്പെട്ടാൽ പലപ്പോഴും പരിമിതികളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇയാൾ എന്ന് പറയുന്നത് നീ ഈ കുറ്റം സമ്മതിക്കുന്നു, നിന്നെ ഞങ്ങൾ രക്ഷിച്ചോളാം എന്ന് ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെ പോലീസ് അയാൾക്ക് പറഞ്ഞാൽ അയാൾ അത് വിശ്വസിക്കാനേ പറ്റുള്ളൂ. കാരണം അയാൾ സാമ്പത്തികമായി ഏതെങ്കിലും നിലത്തിൽ മെച്ചപ്പെട്ടതാണെങ്കിൽ അയാൾ അന്യ സംസ്ഥാനത്തൊന്നും ഇവിടെ വരില്ലല്ലോ. ഇവിടെ വരുന്ന ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം അധ്വാനത്തിലൂടെ എന്തെങ്കിലും ഒരു പണം ഉണ്ടാക്കി തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാം. ഇനി ഇയാൾക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? ഉണ്ടെങ്കിൽ ഇയാൾ അതിൻ്റെ ഈ കൊലപാതകത്തിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് പോയത്? ഈ കാര്യങ്ങൾ കൃത്യമായി തെളിവ് സഹിതം പുറത്തേക്ക് വരണം. അതല്ല പോലീസിനൊരു പ്രതിയാണ് വേണമെങ്കിൽ വേണ്ടിയിരുന്നതെങ്കിൽ അതിനനുസരിച്ച് ഈ അമീർ ഇസ്ലാമിനെ പ്രതിയാക്കുന്നു. ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചു. ഇപ്പോൾ ഈ പറയുന്ന ജിഷയെ എന്തിനാണ് പൂർണ്ണമായും സംസ്കരിച്ചത്? അതൊരു വലിയ സംശയമാണ്. അതെ, അത് സ്വാഭാവികമായിട്ടും കുഴിച്ചിടുകയായിരുന്നുവെങ്കിൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അത് ആവശ്യം തന്നെ പ്രയോജനപ്പെടും. പക്ഷെ അത് ഒരിക്കലും സംഭവിക്കരുത്. അതിനേക്കാൾ ഏറ്റവും വലിയ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ വിട്ടുപോയത്, അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജിഷയുടെ അമ്മയുടെയും സഹോദരിയുടെയും ബൈറ്റ് ഇപ്പോഴും മാധ്യമങ്ങളുടെ ഫീൽഡിൽ നമുക്ക് കിട്ടും. ഈ പ്രതിയെ ഞങ്ങൾ കണ്ടു, ഇയാളെ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു മുൻവൈരാഗ്യം വർക്കൗട്ട് ആകുക? കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കിയെന്നും അതിനെ തുടർന്ന് ജിഷയുമായി വഴക്കുണ്ടായെന്നും അത് അമ്മ ഏറ്റുപിടിച്ച് അമ്മയുമായി വഴക്കുണ്ടായെന്നും അതിന്റെ വൈരാഗ്യത്തിലാണ് ഇവരിത് ചെയ്തതെന്നാണ് പോലീസ് ഭാഷ്യം. ആ കുളിക്കടവിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഒളിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല. വരമ്പേ കൂടെ നടന്നു പോയാൽ തന്നെ കാണത്തക്ക രീതിയിലുള്ള ഒരു കരാലിന്റെ സ്ഥലമാണ്. ആ നാട്ടിലൊരാളും ഈ പറയപ്പെടുന്ന അമീറുൽ ഇസ്ലാമിനെ അവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുകൂടിയില്ല. അപ്പോൾ കൃത്യമായിട്ട് അമീർ ഇസ്ലാമിനെ ഒരു പ്രതിസ്ഥാനത്തേക്ക് അവിടെ നിർത്തുന്നു. കേരള സർക്കാരിന് അല്ലെങ്കിൽ കേരള പോലീസിന് അതിന് പിന്നിലൊരു അജണ്ടയുണ്ട്. അതോടുകൂടി ആ കേസ് ക്ലോസ് ചെയ്യുന്നു. കോടതിയുടെ മുമ്പിലേക്ക് എത്തി ഇയാളെ ശിക്ഷിക്കുകയും ചെയ്തു. അപ്പം പോലീസ് ഇനി രക്ഷപ്പെട്ടു. ഈ അമീർ ഇസ്ലാമിന് വേണ്ടിയിട്ട് ആരാണ് ഇനി രംഗത്തേക്ക് വരുന്നത്? ഈ പറയുന്ന സന്നദ്ധ പ്രവർത്തകരോ ഈ പറയുന്ന ഈ പിന്നെ ആളുകൾ സാമൂഹ്യ സേവനം നടത്തുന്ന ആളുകൾ മുന്നോട്ട് വന്നാൽ മാത്രമേ അയാളെ രക്ഷപ്പെടുത്താൻ. അതിന്റെ പരിമിതിയുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു കേസ് വാദിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ ഉണ്ടായാൽ പറ്റുമെന്നുള്ള ഒരു ചോദ്യമാണ് ബാക്കിയുണ്ട്. നമ്മൾ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അഡ്വക്കേറ്റ് റസൽ ജോയ് കരഞ്ഞുകൊണ്ട് പറഞ്ഞ നമ്മുടെ മുന്നിലുണ്ട്. സുപ്രീം കോടതി പോകണമെങ്കിൽ എന്തെങ്കിലും പൈസ ഇല്ല. സുപ്രീം കോടതിയിൽ ഒരു കേസ് വാദിക്കാൻ പോകണമെങ്കിൽ ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. അതിനൊക്കെ ആരും മുതലില്ല എന്നൊരു വിശ്വാസം ഈ പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. പിന്നെ നാട്ടുകാരനായ ഒരാളെ അതിൽ പ്രതി ചേർത്തിരുന്നുവെങ്കിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ പലരും വരും. അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ട് അയാൾക്ക് വേണ്ടി ചോദിക്കാൻ ആരും വരില്ല എന്നൊരു തോന്നൽ പലരുടെയും മനസ്സിലുണ്ട്. പക്ഷെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ജിഷയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയ പൊതുപ്രവർത്തകരും എല്ലാവരും ഇപ്പോൾ അമീറുൽ ഇസ്ലാം നിരപരാധിയാണെന്നും യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണ്. കണ്ടിരുന്ന് കാത്തിരുന്ന് നമ്മൾ അറിയേണ്ടതാണ് ജിഷ കൊലപാതകം. കാരണം നമ്മളൊക്കെ അത്രത്തോളം ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇതിന്റെ സത്യം പുറത്തു വരേണ്ടതുണ്ട്. നമുക്ക് കാത്തിരിക്കാം.